നമസ്കാരം. അപകട പരിചരണ ചികിത്സാ രംഗത്ത് മാത്രമല്ല, കോസ്മെറ്റിക് രംഗത്തും ഏറെ ആളുകൾ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ ചികിത്സ തേടിയെത്താറുണ്ട്. പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി രംഗത്തെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ച് സംസാരിക്കുന്നതിനായി മാസ്ലീവ മെഡിസിറ്റിയിലെ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പൗലിൻ ബാബു, കൺസൾട്ടന്റുമാരായ ഡോക്ടർ അനീഷ് ജോസഫ്, ഡോക്ടർ ജോഷി ടി കോശി എന്നിവർ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. മാഡം, പ്ലാസ്റ്റിക് സർജറിയെ മറ്റ് സർജറികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? കലയും ശാസ്ത്രവും ഒരുപോലെ ഒന്നിക്കുന്ന ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റിയാണ് പ്ലാസ്റ്റിക് സർജറി. നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും ആകാര ഭംഗിയും നല്ല സന്തോഷമുള്ള ഒരു മനസ്സും ഏതു മനുഷ്യൻ്റെയും അവകാശമാണ്. പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ സൗഖ്യം മാത്രമല്ല ആത്മവിശ്വാസവും കാര്യക്ഷമതയും നൽകുന്ന സർജറികളാണ് ഇത്തരം സർജറികൾ. ഇപ്പോൾ ചോദിച്ചതുപോലെ പ്ലാസ്റ്റിക് സർജറി മറ്റ് സർജിക്കൽ സ്പെഷ്യാലിറ്റികളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു? ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല പ്ലാസ്റ്റിക് സർജറി. ദർ ഇസ് നോ അനാറ്റമിക്കൽ ടെറിട്ടറി ഫോർ പ്ലാസ്റ്റിക് സർജറി. ജന്മനായുള്ള മുച്ചുണ്ട്, മുറിയണ്ണാക്ക്, കൈകാലുകളുടെ വൈകല്യങ്ങൾ, ചെറുതും വലുതുമായ മുറിവുകൾ, ഞരമ്പുകൾ കേൾക്കുന്ന തളർച്ചകൾ, പൊള്ളൽ, അതുമൂലമുണ്ടാകുന്ന ഡിഫോമിറ്റീസ്, ഡിസബിലിറ്റീസ്, കൂടാതെ ക്യാൻസർ സംബന്ധമായുള്ള സർജറികളിൽ വരുന്ന റീകൺസ്ട്രക്ഷൻസ് എന്ന് മാത്രമല്ല ആകാരഭംഗി വർദ്ധിപ്പിക്കാനുള്ള കോസ്മെറ്റിക് സർജറികളും പ്ലാസ്റ്റിക് സർജറിയുടെ ശ്രേണിയിൽപ്പെടും. സർ, കോസ്മെറ്റിക് സർജറികൾ ഇന്ന് സാധാരണമാണ്. ഏതൊക്കെയാണ് കോസ്മെറ്റിക് സർജറികൾ എന്നും അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് വിശദീകരിക്കാമോ? കോസ്മെറ്റിക് സർജറി അഥവാ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഉപവിഭാഗമാണ്. തല മുതൽ കാല് വരെ നമ്മൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ചേഞ്ചിന് വേണ്ടി നമുക്കിതിനെ ഉപയോഗിക്കാം. തലയിൽ മുടികൊഴിച്ചിലിന് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഉപയോഗിക്കാം. ഫേസിൽ പ്രായമാവുന്നതുകൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് കറക്റ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഫേസ് ലിഫ്റ്റ് ഉപയോഗിക്കാം, നെക്ക് ലിഫ്റ്റ്, കണ്ണിന് ചുറ്റുമുള്ള ചേഞ്ചുകൾക്കായിട്ട് ബ്ലെഫലോപ്ലാസ്റ്റി, മൂക്കിലുണ്ടാകുന്ന ഷേപ്പ് ചേഞ്ചുകൾക്കായിട്ട് റൈനോപ്ലാസ്റ്റി ചെയ്യാം. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് സർജറിയാണ്. മാറിടങ്ങളുടെ വലിപ്പം കൂട്ടുവാനും കുറയ്ക്കുവാനുമായി ഓഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ മാമോപ്ലാസ്റ്റീസ് അവൈലബിൾ ആണ്. തൂങ്ങിയ മാറിൻ്റെ ഷേപ്പ് നിലനിർത്താനായിട്ട് നമുക്ക് മാസ്റ്റോപ്ലെക്സി സർജറീസ് ഉണ്ട്. പ്രസവവുമായി ബന്ധപ്പെട്ട് വയറിലുണ്ടാകുന്ന അമിത കൊഴുപ്പ്, മസിലിൻ്റെ ബലക്ഷയം എന്നിവ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അബ്ഡോമിനോപ്ലാസ്റ്റി അഥവാ ടമ്മിടെക്ക് ഉണ്ട്. അതുപോലെ ബട്ടക്സ്, തൈസ് എന്നിവ ലൂസ് ആകുമ്പോൾ അതിന് നമുക്ക് ലിഫ്റ്റ് സർജറീസ് ഉണ്ട്. പിന്നെ കൈകാലുകളുടെ യുവത്വം നിലനിർത്തുന്നതിനായിട്ട് നമ്മൾ റീസെൻ്റായിട്ട് ഫാറ്റ് ഇഞ്ചെക്ഷൻ വരെ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ കോസ്മെറ്റിക് സർജറി എന്ന സ്പെക്ട്രത്തിൽ വരുന്ന സർജറീസാണ്. ജോസി സാർ, അപകടങ്ങളിൽ കൈകളും വിരലുകളും അറ്റുപോയവർ നമ്മുടെ അടുത്ത് ചികിത്സ തേടി എത്താറുണ്ട്. അത് പൂർണ്ണമായി തിരിച്ചു പിടിപ്പിക്കുവാൻ സാധിക്കുമോ? ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും സാധിക്കും. വിരലുകൾ മാത്രമല്ല, കൈകളോ കാലുകളോ അറ്റുപോയവർ വന്നു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായി തിരിച്ചു പിടിപ്പിക്കാൻ സാധിക്കും. ഇതിന് പറഞ്ഞ സർജറിയുടെ പേരാണ് റീഇംപ്ലാന്റേഷൻ സർജറീസ്. സാധാരണഗതിയിൽ നമ്മൾ റീഇംപ്ലാന്റേഷൻ സർജറീസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് സൂക്ഷ്മമായ മൈക്രോ ഇൻസ്ട്രുമെൻസും ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ റീഇംപ്ലാന്റ് ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആകുന്നതിൽ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്, കുറച്ച് ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സാണ്. ഒന്ന്, എങ്ങനെയാണ് ഈ മുറിവ് ഉണ്ടായെന്നുള്ളത്. 2, എത്ര സമയമായി ഈ മുറിവ് സംഭവിച്ചിട്ടുള്ളത് എന്നത്. ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവിൻ്റെ പല ടൈപ്പുകളുണ്ട്. ക്രഷ് ഇഞ്ചുറീസ് ഉണ്ട്, അവൾഷൻ ഇഞ്ചുറീസ് ഉണ്ട്, കട്ട് ഇഞ്ചുറീസ് ഉണ്ട്. ഇങ്ങനെ ക്രഷ് ഇഞ്ചുറീസും അവൾഷൻ ഇഞ്ചുറീസും വരുമ്പോൾ അകത്തുള്ള രക്തക്കൊഴലുകൾക്കും ഞരമ്പുകൾക്കും ചതവ് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ റീഇംപ്ലാന്റേഷൻ്റെ സക്സസ് റേറ്റ് കുറവായിരിക്കും. എന്നാൽ ക്ലീൻ കട്ട് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്തക്കൊഴലുകൾ പരമാവധി മാക്സിമം നമുക്ക് റീഇംപ്ലാന്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സക്സസ് റേറ്റ് വളരെ കൂടുതലുമായിരിക്കും. ഇങ്ങനെ നമ്മൾ റീഇംപ്ലാന്റ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടൈമാണ്. എത്ര സമയമായി ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ടൈമിൻ്റെ ഫാക്ടർ പറയുമ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്: വാം ഇസ്കീമിയ ടൈമും കോൾഡ് ഇസ്കീമിയ ടൈമും. വാം ഇസ്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരഭാഗം മുറിഞ്ഞുപോയി, അത് എത്ര സമയം ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ഇരുന്നു എന്നുള്ളതാണ്. അതും ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെവൽ ഓഫ് ആംബിറ്റേഷൻ അനുസരിച്ചാണ്. വിരലുകൾക്കൊന്ന്, മസിൽ പേശികളുള്ള ഭാഗത്തിന് വേറൊന്ന്. പേശികളുള്ള ഭാഗമാണ് മുറിഞ്ഞു പോയതെന്നുണ്ടെങ്കിൽ വാം ഇസ്കീമിയ ടൈം കുറവായിരിക്കും. 4 hours ആണ് നമുക്ക് മാക്സിമം ഉള്ളത്. പിന്നുള്ളത് കോൾഡ് ഇസ്കീമിയ ടൈം.
ഈ വിരലുകൾ അറ്റുപോയത് അല്ലെങ്കിൽ ആംബുട്ടേറ്റഡ് പാർട്ട് ഏത് ബോഡി പാർട്ടാണെങ്കിലും അത് നമുക്ക് കോൾഡിൽ പ്രിസർവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു 4 ഡിഗ്രി സെൽഷ്യസിൽ പ്രിസർവ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് കോൾഡ് ഇസ്കീമിയ ടൈമാണ്. കോൾഡ് ഇസ്കീമിയ ടൈം ആകുമ്പോൾ ഈ 4 hours എന്നുള്ളത് ഇരട്ടിയാവും, 8 hours ആവും. ആ ഒരു വിൻഡോ പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ അറ്റുപോയ ഭാഗം നല്ല രീതിയിൽ പ്രിസർവ് ചെയ്ത് ഒരു കോൾഡ് ഇസ്കീമിയ ടൈം മാക്സിമം നമുക്ക് അത് പ്രിസർവ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി രോഗിക്ക് ദോഷമായിരിക്കും കൂടുതൽ ചെയ്യുക. മേഡം, ക്യാൻസർ രോഗികളുടെ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജൻമാരുടെ റോൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ച് മാറ്റേണ്ടി വന്നാൽ അതേ രൂപത്തിലും ഭാവത്തിലും അത് പുനഃസൃഷ്ടിക്കുക എന്നതാണ് ക്യാൻസർ റീകൺസ്ട്രക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി വായിൽ നാക്കിന് ക്യാൻസർ വന്നാൽ അത് പൂർണ്ണമായോ ഭാഗികമായോ ആയാൽ പോലും ശരീരത്തിലെ സമാനമായ ടിഷ്യൂ കൊണ്ട് അതിനെ നമുക്ക് പുനഃസൃഷ്ടിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള പേഷ്യൻസിന് ബ്രസ്റ്റ് മുറിച്ച് മാറ്റേണ്ടി വന്നാൽ സമാനമായ രൂപത്തിൽ നമുക്ക് മസിൽസ് കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങൾ കൊണ്ടോ പുനഃസൃഷ്ടിക്കുവാൻ സാധിക്കും. കോസ്മെറ്റിക് സർജറികൾ സുരക്ഷിതമാണോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കോസ്മെറ്റിക് സർജറിയുടെ സേഫ്റ്റിയെക്കുറിച്ച് ഒത്തിരി ഡിസ്കഷൻസ് നടക്കുന്ന സമയമാണ്. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കോസ്മെറ്റിക് സർജറി സേഫായിട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത്, നിങ്ങൾ സമീപിക്കുന്ന ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ. ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജൻസിനാണ് എല്ലാ കോസ്മെറ്റിക് സർജറികളും ചെയ്യാൻ പെർമിഷൻ ഉള്ളത്. ഒരു പ്ലാസ്റ്റിക് സർജൻ 6 വർഷത്തെ ബേസിക് ആയിട്ടുള്ള MBBS കോഴ്സിന് ശേഷം വീണ്ടും 6 വർഷം സ്പെഷ്യലൈസ്ഡ് സർജിക്കൽ ട്രെയിനിങ് എടുത്ത ആൾക്കാരാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ആ ഡോക്ടറുടെ എക്സ്പീരിയൻസ്. ഈ പ്ലാസ്റ്റിക് സർജൻസ് തന്നെ അവരുടെ ഈ കോഴ്സിന് ശേഷം പല ഫെലോഷിപ്സും ഒക്കെ എടുത്ത് അവരുടെ സ്കിൽസ് റിഫൈൻ ചെയ്യും. അപ്പം ഈ പർട്ടിക്കുലർ സർജറി ചെയ്യാൻ വേണ്ടി ഈ ഡോക്ടർക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമാണ്. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സെൻറ്റർ, ക്ലിനിക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇത്തരം ശസ്ത്രക്രിയകൾ ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള സേഫ്റ്റി, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ICUs എന്നുള്ളതാണ്. പിന്നെ ഏതൊരു സർജിക്കൽ പ്രൊസീജിയറിനും അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഡിസ്ക്രൈബ്ഡ് ആണ്. അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള സൗകര്യം ഈ പറയുന്ന ക്ലിനിക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണോ? ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോസ്മെറ്റിക് സർജറി വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റും. മേഡം, എന്താണ് റേക്കിയൽ പ്ലക്സസ് സർജറി ഒന്ന് വിശദീകരിക്കാം? നമ്മുടെയൊക്കെ കൈകൾ ബ്രെയിനിൻ്റെ എക്സ്റ്റൻഷൻസ് എന്നാണ് കരുതപ്പെടുക. അതുകൊണ്ട് തന്നെ കൈകൾക്ക് ബാധിക്കുന്ന ബലക്ഷയം രോഗിയെ വളരെ സാരമായി ബാധിക്കുന്നു. അപകടത്തിൽപ്പെട്ട് കൈകളിലേക്കുള്ള ഞരമ്പുകൾ സ്പൈനൽ കോഡിൽ നിന്നും വിട്ടുപോയാൽ കൈകൾക്ക് ബലക്ഷയം മാത്രമല്ല സെൻസേഷനും പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. തളർന്നുപോയ ഞരമ്പുകളെ പുനർജീവിപ്പിക്കാൻ നെർവ് ട്രാൻസ്ഫർ, ന്യൂറോട്ടൈസേഷൻ, ഫ്രീ മസിൽ ട്രാൻസ്ഫർ എന്നിങ്ങനെ പല ചികിത്സാ രീതികളും ഇന്ന് പ്ലാസ്റ്റിക് സർജറിയിൽ ഉണ്ട്. സർ, ഫ്ലാപ്പ് സർജറിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ പാടുവരാത്ത സർജറി എന്നാണല്ലോ പറയുന്നത്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഫ്ലാപ്പ് സർജറികൾ നമ്മുടെ ട്രോമ റീകൺസ്ട്രക്ഷൻ എല്ലാ പ്ലാസ്റ്റിക് സർജിക്കൽ ഭാഗങ്ങളിലും ഫ്ലാപ്പ് സർജറികൾ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻലി ട്രോമ റീകൺസ്ട്രക്ഷനിൽ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഗ്രാഫ്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിൻ ഗ്രാഫ്റ്റ് നമുക്കറിയാം. അത് നമ്മളെടുത്ത് മുറിവിൽ വെക്കുമ്പോൾ മുറിവിൽ നിന്ന് വേണം അതിന് ന്യൂട്രിയൻസും ബ്ലഡ് സപ്ലൈയും കിട്ടാൻ വേണ്ടി. എന്നാൽ ഫ്ലാപ്പ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്തക്കൊള്ള അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ ഉള്ള ഒരു ദശയെടുത്ത് നമ്മൾ മുറിവിൽ വെക്കുകയാണ് ചെയ്യുന്നത് സാധാരണ. അതുകൊണ്ട് തന്നെ ഗ്രാഫ് സർജറികൾക്ക് നല്ല മുറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ട്രോമ കേസുകളിൽ യൂഷ്വലി നമ്മൾ കാണുന്നത് ഒടിഞ്ഞ എല്ലുകൾ തുറന്നിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടെൻഡൻസ് എക്സ്പോസ്ഡ് ആവുക. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ ചലനവള്ളികൾ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുക, രക്തക്കൊള്ളികൾ, ഞരമ്പുകൾ എക്സ്പോസ്ഡ് ആയിട്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഗ്രാഫ്റ്റ് വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് രക്തക്കുഴലുള്ള ദശയാണ് നമ്മൾ സാധാരണ വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന ഫ്ലാപ്സ് പല രീതിയിലുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ആ ഭാഗത്തു നിന്ന് തന്നെ, ഇപ്പോൾ കാലാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ചുറ്റുപറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് ഫ്ലാപ്പ് എടുത്ത് വെക്കാം. അതിന് നമ്മൾ ലോക്കൽ ഫ്ലാപ്സ് എന്ന് പറയും. അല്ലെങ്കിൽ കാലിനെ നമ്മൾക്ക് തുടയിൽ നിന്ന് എടുത്തു വെക്കാം. അതിന് റീജിയണൽ ഫ്ലാപ്സ് എന്ന് പറയും. നമുക്ക് കൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വയറിലേക്ക് പിടിപ്പിച്ച് ഫ്ലാപ്സ് വെക്കാം. അതിന് നമ്മൾ ഡിസ്റ്റൻറ്റ് ഫ്ലാപ്പ് എന്ന് പറയും. ഇതിൽ ഏറ്റവും സങ്കീർണമായ ഫ്ലാപ്പാണ് ഫ്രീ ഫ്ലാപ്സ്. ഫ്രീ ഫ്ലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്തക്കുഴലോടുകൂടി
ഒരു സ്ഥലത്തുനിന്ന് ദശയെ അല്ലെങ്കിൽ മസിലോ അല്ലെങ്കിൽ ബോണോ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മുറിവിന് ഏതാണോ ഭാഗം ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ രക്തക്കുഴലോടുകൂടി എടുത്ത് മുറിവിൽ കൊണ്ടുവച്ച് അവിടുത്തെ രക്തക്കുഴലുമായി നമ്മൾ പറഞ്ഞതുപോലെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ തുന്നുന്നതിനാണ് ഫ്രീ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടിയതും ഏറ്റവും സങ്കീർണമായത്. എന്നാൽ ഇതിനാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ളത്. നമ്മൾ ലോക്കൽ ഏരിയയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പിന്നീട് അവിടെ തന്നെ ഒരു ട്രോമ ഉണ്ടാക്കുകയാണ്. ഇതങ്ങനെയല്ല, നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് എടുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ മുറിവിന് ആവശ്യമായ സാധനം കൃത്യമായി നമുക്കതവിടെ വെക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് ചോദിച്ചത് മുറിപ്പാടുണ്ടാകുമോ എന്നുള്ളത്. അത് വളരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ആളുകളിൽ ഉണ്ടാകുന്നതാണ്. പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ മുറിവുകൾ പാടൊന്നും വരത്തില്ല എന്നുള്ളത്. അങ്ങനെയല്ല, ഏതൊരു മുറിവിനും അതിൻ്റേതായ പാടുകൾ വരും. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിൽ ചെയ്യുന്നത് ഒന്ന് നമ്മൾ പാടുകളെ ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലാങ്ങേഴ്സ് ലൈൻ എന്ന് പറയുന്ന ഒരു സ്വാഭാവിക ലൈനുകളുണ്ട്. അതിൽ നമ്മൾ പാടുകൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ എടുത്തു കാണത്തില്ല. രണ്ടാമത്തത് നമ്മുടെ മെറ്റിക്കുലസ് സർജിക്കൽ ടെക്നിക്സ്. മെറ്റിക്കുലസ് സർജറിയിലൂടെ നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ക്ലോസ് ചെയ്യുകയും മാഗ്നിഫിക്കേഷനിലൂടെ ചെറിയ നീഡിലുകൾ വെച്ച് നമ്മൾ തുന്നുകയും ചെയ്യുമ്പോൾ പാടുകളുടെ തീവ്രത കുറവായിരിക്കും. രണ്ടാമത്തത് ഈ ചെറിയ പാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പാടുകൾ വരികയോ ചെയ്താൽ തന്നെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള ടെക്നിക്സും പ്ലാസ്റ്റിക് സർജറിയിൽ ഉണ്ട്. മേഡം, നമ്മുടെ ചുറ്റും വീട്ടുജോലികളിൽ ഏർപ്പെടുന്ന അമ്മമാർക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കും പൊള്ളലേൽക്കാറുണ്ട്. ഇങ്ങനെയുള്ളവരെ പല ആശുപത്രികളും ചികിത്സിക്കാറുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. പൊള്ളൽ ബാധിക്കുന്നത് ഈ സ്കിന്നിനെ ആണെങ്കിൽ പോലും അതിൻ്റെ പ്രത്യാഘാതം നമ്മുടെ വൈറ്റൽ ഓർഗൻസായ ലങ്സ്, കിഡ്നി, ഹാർട്ട് എന്നിവയെ വളരെ പ്രതികൂലമായി ബാധിക്കും. പൊള്ളലേറ്റ വ്യക്തിക്ക് അണുബാധ ഉണ്ടാവാതിരിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ബേൺസ് ICUവിലാണ് ഇത്തരം പേഷ്യൻസിനെ ചികിത്സിക്കുക. പൊള്ളൽ മൂലമുണ്ടാകുന്ന മുറിവുകൾ ഉണക്കാൻ കൊളാജൻ ഡ്രസ്സിംഗ്, സ്കിൻ ഗ്രാഫ്റ്റിംഗ്, സ്കിൻ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, കെഡാവറിക് സ്കിൻ, കൾച്ചേർഡ് കെരറ്റിനോസൈറ്റ്സ് എന്നിങ്ങനെ പല മാർഗങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം. പ്ലാസ്റ്റിക് സർജറി ചികിത്സാ രംഗത്തെ നൂതന അറിവുകൾ നമുക്കായി പങ്കുവെച്ച മൂവർക്കും നന്ദി.